അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവരായ നമ്മുടെ ഉമ്മയായ ഉമ്മുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ ഒരു പെണ്ണ് ആയിഷ, ലൈലത്തുൽ ഖദറാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഖദറിന്റെ രാത്രിക്ക് വേണ്ടി ഒരുങ്ങിയ ഞങ്ങൾ എന്താണ് പ്രത്യേകമായി ചെല്ലേണ്ടുന്നത്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാൻ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ലൈലത്തുൽ ഖദറാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാനുള്ള ദിക്ർ നമ്മുടെ നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ലൈലത്തുൽ ഖദറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ഖുർആൻ ഓതുന്ന നല്ലതാണെന്നാലും ഏറ്റവും കൂടുതൽ ചെല്ലാൻ പറഞ്ഞത് നമ്മളെല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ഈ ഒരൊറ്റ ദിക്ർ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. റബ്ബിലേക്ക് ചോദിക്കാൻ, ഒരു കൊല്ലം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, ഒരു കൊല്ലം നമ്മൾ ചെയ്തു പോയ തിന്മകൾ, ഒരു കൊല്ലം നമ്മളിൽ വന്നുപോയ വേദനകൾ എല്ലാം അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, മാപ്പ് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ മാപ്പ് ചെയ്യുന്നവൻ നീയാണല്ലാ. അതുകൊണ്ട് പടച്ചവനെ, ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, കാലുകൊണ്ട്, കൈ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തല്ലോ റബ്ബേ, നീ എനിക്ക് മാപ്പ് തരണേ അല്ലാ എന്നുള്ള ദുആയാണ് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാനുള്ളത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, നമ്മൾ 3 സൂറത്ത് നമ്മൾ ഓതണം. എപ്പോഴെന്നറിയോ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, നോമ്പ് മുറിച്ചാൽ, ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ, എന്റെ പെങ്ങളെ, എന്റെ ഉമ്മ, ഒന്നാമത്തത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. സൂറത്തുൻ നസ്ർ 7 തവണ പാരായണം ചെയ്യുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു അല്പനേരം ഇശാഇന് ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പായി സൂറത്തുൻ നസ്ർ ഒരാൾ 7 തവണ ഓതിയാൽ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സങ്കടങ്ങൾ, അവന്റെ കഷ്ടപ്പാടുകളൊക്കെ അല്ലാഹു മാറ്റിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന റബ്ബിന്റെ സഹായമാ നിങ്ങൾക്ക് വരുന്നത്. സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുക. എപ്പോഴാ? ഇശാഇന്റെ തൊട്ട് മുമ്പായി 7 തവണ സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹ്. അല്ലാഹുവിലേക്ക് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കരുതണമല്ല, നമ്മൾ എന്തൊക്കെയാണോ റബ്ബിലേക്ക് നമ്മൾ ആഗ്രഹം വെച്ചത്, എന്തൊക്കെയാണോ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, അത് മുഴുവനും നമ്മൾ അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നമ്മളങ്ങ് നല്ലതുപോലെ ചോദിച്ചിട്ട്, അല്ലാഹുവേ, ഈ സൂറത്തുൻ നസ്ർ കൂടെ ഓതിയാൽ അല്ലാഹു അവന്റെ ആ കാര്യങ്ങളെ എളുപ്പമാക്കും. രണ്ടാമത്തതോ, ഇശാ നിസ്കാരം കഴിഞ്ഞാലുടൻ സാധാരണ ദിക്റുകളൊക്കെ ചൊല്ലുന്നതിന്റെ മുമ്പായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലിയിട്ട് ആ ദിക്റുകൾ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ വേറുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഓതണേ സൂറത്തു ദുഖാൻ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സൂറത്തു ദുഖാൻ 1 തവണ ഓതുക. ആ ഒരൊറ്റ തവണ ഓതിയാൽ 1 കൊല്ലം ഓതിയ പ്രതിഫലമാണ്. ഒരൊറ്റ പ്രാവശ്യം സൂറത്തു ദുഖാൻ മറക്കണ്ട. സൂറത്തു ദുഖാൻ നമ്മൾ ഓതുക. ഒറ്റ തവണ നമ്മൾ ഓതുന്നതോടുകൂടി 1 കൊല്ലത്തെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് പരിശുദ്ധമായ സൂറത്തു ദുഖാൻ ഓതുക. ഇനി എവിടെന്ന് സൂറത്തു ദുഖാനും കഴിഞ്ഞ് പിന്നെ നമ്മൾ തറാവീഹിലേക്കൊന്ന് വന്നല്ലോ. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ 3 സൂറത്ത് ഒരുമിച്ച് ഓതുക. ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്, രണ്ടാമത്തത് സൂറത്തുൽ പിന്നെ ഏതാണ് മുഅവ്വിദത്തൈനിയാണ്, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, രണ്ടാമത്തെ ഖുൽ അഊദു ബിറബ്ബിൽ
ബിറബ്ബിന്നാസ്. ഒന്നാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്, രണ്ടാമത്തത് സൂറത്തുൽ ഫലഖ്, മൂന്നാമത്തത് സൂറത്തുൻ നാസ്. ഓരോന്നും 7 വീതം നമ്മൾ ഓതണം. ആ 7 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 7 തവണ സൂറത്തുൽ ഫലഖ്, 7 തവണ സൂറത്തുൻ നാസ്. ഇങ്ങനെ നമ്മൾ എല്ലാം 7 തവണ നമ്മൾ ഓതിയാൽ മരിക്കുന്നത് വരെ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടുന്ന ഒരവസ്ഥ വരൂല്ല. അത് മാത്രവുമല്ലല്ലോ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാതെ കാരണമാണേ. എത്രയോ അർത്ഥവത്തായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ പിന്നെ സൂറത്തുൽ ഖദർ എപ്പോഴാ ഓതണ്ടേ? സൂറത്തുൽ ഖദർ എപ്പോഴാണ് ഓതാനുള്ളത്? സാധാരണ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളില് അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുക. രണ്ടാമത്തതോ ഹസ്ബുനല്ലാഹ്. ഇന്ന് നമ്മൾ പതിവാക്കേണ്ടുന്ന കാര്യങ്ങൾ രാത്രിയിൽ ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ്, 2 ഹസ്ബിയല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വേണമെങ്കിൽ എഴുതി വെച്ചോ. അതുകൊണ്ട് നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ പറയുകയാണ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് അള്ളാഹിന്റെ മാലാകമാര് ശുപാർശ ചെയ്യാ. ഒന്നാമത് പഠിപ്പിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. രണ്ടാമത്തതോ ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമത് എത്ര വട്ടമാണ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാനുള്ളത്? 1001 തവണ നമ്മൾ ചൊല്ലണേ. 1001 തവണ ചൊല്ലണേ. ഇത് തന്നെ ചെല്ലാൻ നമുക്ക് എവിടെയാ നമുക്ക് സമയമുള്ളത്? അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വളുവെടുത്തിട്ട് ഖിബലയ്ക്ക് മുന്നിട്ടിരുന്ന് 1000 തവണ അസ്തഗ്ഫിറുല്ലാഹ്, 313 തവണ ഹസ്ബി അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസ്ബി അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റമളാനിന്റെ രാത്രികളിൽ നിങ്ങളാണ് സജ്ജമാക്കാനുള്ളത്. റമളാനിന്റെ രാത്രികളിൽ നിങ്ങളാണ് അവിടെ ഇരിക്കാനുള്ളത്. അതിന് ഞാനെന്നല്ല, ഞാൻ എന്റെ കാര്യമേ പറയുന്നുള്ളൂ, മറ്റുള്ളവരിലേക്ക് ഞാൻ പോകുന്നില്ല. രാത്രികൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് ഖുർആനോട്, നിങ്ങൾ ഒറ്റയ്ക്ക് ദുആ ചെയ്യ്, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ റബ്ബിനോട് പറയൂ. ഇതൊക്കെ ഞാൻ എന്തിനാ ഇത് പറയുന്ന എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇതൊന്നും ഞാൻ നിങ്ങളുടെ അമലുകൾ പൊളിച്ചു കളയാനല്ല. ഉസ്താദേ, നിങ്ങളൊക്കെ ചൊല്ലുമ്പോ കേട്ടു ചൊല്ലാമല്ലോ, ശരിയാണ്. ഞാൻ ഇവിടുന്ന് ചൊല്ലുമ്പോ നിങ്ങളതുപോലെ കേട്ടു ചൊല്ലും. എന്നാൽ ഞാൻ പറയുന്നതോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വലിയ വലിയ ദിക്റുകൾ ചൊല്ലുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്കതിന്റെ അക്ഷരങ്ങൾ തെറ്റുന്നുണ്ടാകും, നിങ്ങൾക്കത് നല്ലതുപോലെ കിട്ടണമെന്നില്ല. അതിനേക്കാൾ മറിച്ച് നിങ്ങൾ ചൊല്ലാനുള്ള നിങ്ങൾ ചൊല്ലാനുള്ള എളുപ്പ വഴികളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. റമളാനിൽ നിങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ഇരുന്ന് കരയണം. നിങ്ങൾ അള്ളാഹിനോടൊന്ന് ചോദിച്ചു നോക്ക്. അള്ളാഹിനോട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹിനോട് പറയുന്നു, അല്ലാ അല്ലാ അല്ലാ, നീ എന്നെ ഏറ്റെടുക്കണേ റബ്ബേ, എന്റെ മക്കളെ കാക്കണേ അല്ലാ. ഒറ്റയ്ക്കിരുന്നിങ്ങനെ കരയുമ്പോ അറിയാതെ കണ്ണു നിറയും, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകും. അപ്പൊ റബ്ബ് വിളിക്കുന്നു, കണ്ടോ, ഇന്ന നാട്ടില് ഇന്ന സ്ഥലത്തുള്ളവര് ഇന്ന ആളിന്റെ ഇന്ന മകള് നല്ലതുപോലെ ഇരുന്നിട്ട് നല്ലതുപോലെ റബ്ബിലേക്ക് തൗബ ചെയ്യുകയാണ്. അതുകൊണ്ട് അവക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ എന്ന് മാലാകമാര് വിളിച്ചു പറയുമ്പോ റബ്ബ് പറയും, അത് ഞാൻ എപ്പോഴേ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചൊല്ല്. 1000 തവണ അസ്തഗ്ഫിറുല്ലാഹ്, 313 തവണ ഹസ്ബി അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമതായിട്ട് 101 തവണ ചെല്ലാനുള്ളത് എന്തെന്നറിയുമോ? യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. 101 തവണ ചൊല്ലിക്കോ. ചൊല്ലുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് എന്നല്ല, അല്ലാഹ് സ്വീകരിക്കണ്ടേ. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് ഇങ്ങനെ നല്ല മനസ്സോടെ ചൊല്ലുമ്പോ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷയാണോ നിങ്ങൾക്കുള്ളത്, ആ പ്രതീക്ഷ നിങ്ങളുടെ കൽബിൽ വരണം. ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് പോകുമ്പോ റസൂലുള്ളാഹി ദുആ ചെയ്തപ്പോ പറഞ്ഞത് യാ ഹയ്യു യാ ഖയ്യൂം
ഏതാഗ്രഹമുണ്ടെങ്കിലും അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല, അള്ളാഹു നമ്മളെ ഖായിബാക്കൂല. അപ്പൊ 3ആയി. 4-മത്തത് ഏതാണ്? 77 തവണ ചൊല്ലാനുള്ളത്. ഇതാരെങ്കിലും ഒന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഒന്ന് എഴുതിയിട്ടാൽ മറ്റുള്ളവർക്ക് അത് എളുപ്പമാകും. അത് ആർക്ക് വേണമെങ്കിലും എഴുതിയിടാ. 4-മതായിട്ട് പഠിപ്പിക്കുന്ന ഒരു സൂറത്ത് ഏതാണ്? അൽഹംദുലില്ലാഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂൻ ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. എന്തിനാണ് സൂറത്തുൽ കാഫിറൂൻ ഓതുന്നത്? നമ്മളൊക്കെ വിഗ്രഹങ്ങളെ കാണുമ്പോൾ നമ്മളോട് ചെല്ലാൻ പറഞ്ഞത് സൂറത്തുൽ കാഫിറൂനെയാണ്. ജീവിച്ചിരിക്കുന്നവര് എത്രയോ ആളുകൾ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്നവരുണ്ട്. എത്ര ആളുകളുണ്ട് മുസ്ലിമായി ജനിച്ചു വന്നിട്ട് അവസാനം കാഫിറായി ചത്തുപോകുന്നവരുണ്ട്. അതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കാൻ, അടുത്തവര് റമദാനിക്ക് മുമ്പ് നമ്മൾ മരിച്ചാൽ കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ നമുക്ക് ഒരുങ്ങണം. അള്ളാഹു നമ്മുടെ ഈമാനെ തള്ളിക്കളയാതിരിക്കാൻ അള്ളാഹു നമുക്ക് തന്നുപോയ ഈമാൻ അടുത്ത റമദാൻ വരെയും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ. അതിനാണ് മുഅ്മിനെ സൂറത്തുൽ കാഫിറൂന ഓതാൻ പറയുന്നത്. 77 തവണ നിങ്ങൾ പാരായണം ചെയ്തോ. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഏതൊക്കെ ദിക്റാണോ ഏതൊക്കെയാണോ 3 യാസീൻ മറക്കാതെ ഓതണേ. 3 യാസീൻ മറക്കാതെ ഓതണേ. അത് വല്ലാത്ത അത്ഭുതങ്ങളാണ്. അടുത്തവര് കൊല്ലം വരവുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ അത് ഏറ്റവും നല്ല പ്രതിഫലമാണ്. ഈ കാര്യങ്ങളാണ് മർമ്മപ്രധാനമായി നിങ്ങൾ ചൊല്ലാനുള്ളത്. ലൈലത്തുൽ ഖദ്ർ ഇരിക്കാൻ പറഞ്ഞത് പള്ളികളിലാണ്. ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളികളിലാണ് ലൈലത്തുൽ ഖദ്റിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കാനുള്ളത്. അപ്പൊ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാ? അവരെപ്പോഴും നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ച് അവരുടെ വീടുകളിൽ ഇരുന്ന് അവരവരെപ്പോഴും ചെല്ലുന്ന ദിക്റുകൾ, അതുപോലെ സൂറത്തുൽ ഖദ്ർ, ഇതെല്ലാം പാരായണം ചെയ്തുകൊണ്ട് വീട്ടിൽ ഒരു റൂമിലോ ഒരു ഹാളിലോ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി വന്നിരുന്ന് ഒരുമിച്ച് ദിക്റുകൾ ചൊല്ലി ഒരുമിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി അത്തൗബത്തു വന്നദം എല്ലാരും ഒരുമിച്ച് ആമീൻ പറയണമെന്നില്ല. തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങലാണ്. ഒറ്റക്ക് ഒരൽപ്പനേരം ഇരുന്നു കൊണ്ട് കരയണം. ജീവിതത്തിന്റെ സങ്കടം, ജീവിതത്തിന്റെ കണ്ണീരുകൾ എല്ലാം അല്ലാഹുവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് കരയണം. അല്ലാഹു തആല നല്ലതുപോലെ കേൾക്കാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ഈ പറഞ്ഞ തർത്തീബ് പ്രകാരം ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങൾ ദുആരക്കുക. നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഇതിൽ കമന്റ് ഇട്ട മുഴുവൻ ആളുകളുടെ ആഗ്രഹങ്ങളും അല്ലാഹു തആല സഫലമാക്കി തരട്ടെ. പുതിയതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരിക. ഓരോ ദിവസവും ഇൻഷാ അല്ലാഹ് അറിവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന മൂല്യമായ മുത്തുകൾ നമ്മൾ പറയും. അല്ലാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ആ സമയങ്ങള് വളരെയേറെ വിലപ്പെട്ടതാണ്. എല്ലാവരും എന്റെ കൂടെ നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലിക്കേ. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അന്ത വലിയുനാ ഫിദ്ദുനിയാ വൽ ആഖിറ. തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ നന്മകളിലും നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദർ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ നൽകണേ അല്ലാ. ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. മാപ്പാക്കി തരണേ അല്ലാ. നിനക്കെല്ലാത്തിനും കഴിവുണ്ടല്ലോ പടച്ചോനെ. തുച്ഛമായ ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. പവിത്രമായ റമളാനിന്റെ ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയല്ലോ റബ്ബേ. ഒരുപാട് നിസ്കാരം നമുക്കില്ലല്ലോ, ഒരുപാട് നോമ്പ് നമുക്കില്ലല്ലോ, ഒരുപാട് സ്വതക്ക നമുക്കില്ലല്ലോ, ഒരുപാട് നന്മയില്ലല്ലോ. അല്ലാഹുവേ, അമല് കുറവാണ് പടച്ചവനെ, അമല് കുറവാണ്, നന്മകൾ കുറവാണ്. അല്ലാഹുവേ, നീ നല്ല അമലുകൾ തന്നുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഓരോ അമലുകളും നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ഏതൊക്കെ ആഗ്രഹം മനസ്സുകൊണ്ട് നീയത്ത് വെച്ച് ഈ പരിശുദ്ധമായ പവിത്രമായ നമ്മുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ അല്ലാ, ഞങ്ങളുടെയൊക്കെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രതീക്ഷകളെ തട്ടല്ലേ അല്ലാ. അവരുടെ പ്രതീക്ഷകളെ തട്ടല്ലേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ, അവരുടെ ഖൽബ് അറിയുന്ന റബ്ബേ, അവരുടെ മനസ്സ് അറിയുന്ന റബ്ബേ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ. സഫലമാക്കി കൊടുക്കണേ അല്ലാ. സഫലമാക്കി കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.